പാരമ്പര്യപ്രകാരം ഫെബ്രുവരി 22-ന് റോമിലെ അവന്റൈൻ കുന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ കുർബാനയ്ക്കും വിഭൂതി തിരുക്കർമ്മങ്ങൾക്കും നേതൃത്വം നൽകും. ആരാധനാക്രമങ്ങൾക്കായുള്ള വത്തിക്കാൻ കാര്യാലയം ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടു. വിഭൂതി തിരുക്കർമ്മങ്ങളിലെ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായി സെന്റ് ആൻസലേം ദേവാലയത്തിൽ പ്രാദേശിക സമയം വൈകുന്നേരം 4:30-ന് പരിശുദ്ധ പിതാവ് വലിയ നോമ്പിലേക്കുള്ള പ്രവേശന പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുമെന്ന് ആരാധനാക്രമങ്ങൾക്കായുള്ള വത്തിക്കാൻ കാര്യാലയം അറിയിച്ചു. തുടർന്ന് സാന്താ സബീന ബസിലിക്കയിലേക്കുള്ള പരമ്പരാഗത അനുതാപ ഘോഷയാത്രയിൽ ഫ്രാൻസിസ് പാപ്പ പങ്കെടുക്കും. വൈകുന്നേരം 5 മണിക്ക് സാന്താ സബീന ബസിലിക്കയിൽ പാപ്പ വിഭൂതി ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വിശ്വാസ പാരമ്പര്യമനുസരിച്ച് ചാരം ആശീർവദിച്ച് ശിരസിൽ പൂശുന്ന പ്രതീകാത്മക ശുശ്രൂഷകൾക്കും പാപ്പ നേതൃത്വം നൽകും. ആരംഭകാലം മുതൽ റോമിൽ നിലവിലുള്ള നോമ്പുകാല പാരമ്പര്യത്തിന്റെ തുടർച്ചയെന്നോണമാണ് പ്രായശ്ചിത്ത പ്രദക്ഷിണവും വിശുദ്ധ കുർബാനയും മറ്റു തിരുക്കർമ്മങ്ങളും വർഷം തോറും ആചരിക്കുന്നത്. യേശുവിന്റെ പീഡാനുഭവയാത്രയെ അനുസ്മരിപ്പിക്കുന്ന പ്രാർത്ഥനകളും വിചിന്തനങ്ങളും വിശുദ്ധരുടെ ലുത്തിനിയ ആലാപനവും പ്രദക്ഷിണത്തെ കൂടുതൽ ഭക്തി നിർഭരമാക്കും. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം 2021-ൽ മാർപ്പാപ്പയ്ക്ക് സാന്താ സബീനയിലെ ബസിലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനോ അവന്റൈൻ കുന്നിലെ പരമ്പരാഗത അനുതാപ ഘോഷയാത്രയിൽ പങ്കെടുക്കാനോ സാധിച്ചിരുന്നില്ല. 2022-ൽ പതിവ് പോലെ ശുശ്രൂഷകളിൽ പേപ്പൽ സാന്നിധ്യം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കഠിനമായ മുട്ടുവേദനയെ തുടർന്ന് വീണ്ടും പേപ്പൽ പരിപാടികൾ റദ്ദാക്കേണ്ടി വരികയായിരുന്നു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാപ്പയുടെ സാന്നിധ്യത്തിൽ നടത്താൻ പോകുന്ന വിഭൂതി തിരുക്കർമ്മങ്ങൾക്കായി പ്രാർത്ഥനയോടെ തയ്യാറെടുക്കുകയാണ് ആഗോള വിശ്വാസി സമൂഹം. അതേസമയം ഫെബ്രുവരി 26 ഞായറാഴ്ച മുതൽ മാർച്ച് 3 വെള്ളിയാഴ്ച വരെയുള്ള നോമ്പിന്റെ ആദ്യവാരത്തിൽ ഫ്രാൻസിസ് പാപ്പ വ്യക്തിപരമായ ധ്യാനത്തിലും വിചിന്തനത്തിലും പ്രാർത്ഥനയിലും ചെലവഴിക്കുമെന്നും ആ കാലയളവിലെ പൊതുസദസ്സുകൾ റദ്ദാക്കിയതായും വത്തിക്കാൻ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.